ആകാംക്ഷയോടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും റഡാർ സിഗ്നലുകളുമെല്ലാം പരിശോധിച്ചു. അപ്പോഴാണ് വിചിത്രമായ സത്യം അവർ മനസ്സിലാക്കിയത്. ചൈനയുടെ കാർഗോ പ്ലെയിൻ ചെങ്ഡു എയർപോർട്ടിൽ നിന്ന് ലക്സംബർഗിലേക്ക് പുറപ്പെട്ട ഈ പ്ലെയിൻ ആകാശത്ത് വെച്ച് റഡാർ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരു പ്ലെയിനല്ല, നിരവധി, 3 എണ്ണത്തിലേറെ. ബോയിങ്ങിൻ്റെ പ്ലെയിനാണ് 747. ബോയിങ് ഇപ്പോൾ പ്രത്യേകിച്ചും പ്രതിക്കൂട്ടിലാണല്ലോ. 787 നമുക്കറിയാം, ഡ്രീം ലൈനർ, എയർ ഇന്ത്യയുടെ പ്ലെയിൻ ഈ അടുത്ത് ക്രാഷായതാണ്. ഇത് 747. നമ്പറിംഗ് സിസ്റ്റം കാണുമ്പോൾ ചെറുതാണെന്ന് വിചാരിക്കും. 747 787നേക്കാളും വളരെ വലിയൊരു പ്ലെയിനാണ്. കാർഗോ ആണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, വലുതായിരിക്കും. ഇത് ഒരു തവണയല്ല, ഒരുപാട് തവണ ഇത് മിസ്സാകുന്നുണ്ട്. എന്താണ് സംഭവം? ലോകരാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും റഡാർ സിഗ്നലുകളുമെല്ലാം പരിശോധിച്ചു. അപ്പോഴാണ് വിചിത്രമായ സത്യം അവർ മനസ്സിലാക്കിയത്. ഇത് ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാന്റെ വ്യോമാതിർത്തിയിൽ വെച്ചാണ് ഈ പ്ലെയിനുകളെല്ലാം മിസ്സായത്. ഇറാനാണെങ്കിൽ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം കാരണം വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. നോ ഫ്ലൈറ്റ് സോണാണ്. ഒരു ഫ്ലൈറ്റിനും അതുവഴി പറക്കാൻ പാടില്ല. ദുരൂഹതയേറി. ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചൈനയിലെ ചെങ്ഡു എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ ഇത്രയും സ്ഥലങ്ങളിലൂടെ ഒരു കുഴപ്പമില്ലാതെ പറന്ന് ഇറാന്റെ എയർ സ്പേസിലേക്ക് കടക്കുമ്പോൾ പിന്നെ സിഗ്നലുകളെല്ലാം ഓഫാകുന്നു. ഇതുപോലുള്ളൊരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് തുർക്കിയുടെ 3 കാർഗോ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാനിൽ വന്നിറങ്ങി. തുർക്കി ഇക്കാര്യങ്ങൾ അന്ന് നിഷേധിക്കുകയും അത് പിന്നെ ഡ്രോൺസ് ആണെന്ന് തെളിയുകയും ചെയ്തു. അതുപോലെ ഇവിടെ ഇറാനെ ചൈന സഹായിക്കുന്നതാണോ? ചൈന എന്തിന് ഇറാനെ സഹായിക്കണം? ഇറാന്റെ 90% ക്രൂഡ് ട്രേഡ് നടക്കുന്നത് ചൈനയുമായിട്ടാണ്. ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധമുണ്ട് അമേരിക്കയുടെ. അവിടെ നിന്ന് ആർക്കും ക്രൂഡ് മേടിക്കാൻ പറ്റില്ല. ഈ സമയത്ത് ഇത് മുതലാക്കി ചൈന വളരെയധികം ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവിടുത്തെ ക്രൂഡ് ഓയിൽ മുഴുവനും മേടിച്ചുകൊണ്ട് പോകുന്നു. ചൈനയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാർഗോ പ്ലെയിനിലുള്ളത് മുഴുവനും ചൈനയുടെ PL-15 മിസൈലാകാനാണ് സാധ്യത. ഇതുണ്ടാക്കുന്ന ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന, എവിക്, അതിൻ്റെ സ്ഥാനം ചെങ്ഡുവിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഈ മിസൈലെല്ലാം നമ്മൾ കണ്ടതാണ്. ചൈന രഹസ്യമായി, ഏറെക്കുറെ പരസ്യമായി തന്നെ ഇറാനുള്ള ആയുധ പിന്തുണയുമായി വരുന്നു. മറുവശത്ത് അമേരിക്ക പാകിസ്ഥാനെ അനുനയിപ്പിച്ച് പാകിസ്ഥാൻ എയർബേസ് സ്വന്തമാക്കി അവിടെ നിന്ന് പാകിസ്ഥാനെ പ്രോക്സിയാക്കി പാകിസ്ഥാന്റെ സഹായത്തോടെ ഇറാനെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു.